ഹലോ ഗൈസ്, അപ്പോൾ ഡ്രാഗൺ റോൾ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗ്രാനി ചാപ്റ്റർ 2 പ്രാക്ടീസ് മോഡായിട്ട്. പ്രാക്ടീസ് മോഡിൽ നമ്മളിപ്പോൾ 2 എസ്കേപ്പ് കഴിഞ്ഞു. ഈ മൂന്നാമത്തെ ഒരു എസ്കേപ്പാണ് ഹെലികോപ്റ്റർ എസ്കേപ്പ്. അപ്പോൾ നമ്മൾ ആ എസ്കേപ്പ് ചെയ്യാനാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മൾ പ്രാക്ടീസ് മോഡിൽ ഇത് ലാസ്റ്റ് എസ്കേപ്പാണ് പ്രാക്ടീസ് മോഡിൽ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ ഓൾറെഡി രണ്ട് വീഡിയോ ഞാൻ എടുത്തു കഴിഞ്ഞു. അതായത് ഗ്രാനി ചാപ്റ്റർ 2 ഹെലികോപ്റ്റർ എസ്കേപ്പിൻ്റെ ഒരു വീഡിയോയിൽ നമുക്കൊരു ആവശ്യമുള്ള സാധനം കിട്ടാതെ ബഗ്ഗായിപ്പോയി. രണ്ടാമത്തെ വീഡിയോ എടുത്തപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് സ്റ്റോറേജും കിട്ടിയില്ല. എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് എൻ്റെ പൊന്നേ, ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോറേജൊക്കെ കളഞ്ഞ് വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ എല്ലാ വീഡിയോസിലും അങ്ങോട്ട് പോവാം ചുമ്മാ. നമുക്ക് നേരെ താഴെ പോകാം. ഡക്റ്റ് ടേപ്പ് ആവശ്യമുണ്ട്, പീസ് ഓഫ് പിക്ചർ ആവശ്യമുണ്ട്, അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ പിന്നെ നമുക്കതൊക്കെ കണ്ടുപിടിക്കാം. ഡക്റ്റ് ടേപ്പ് എന്തായാലും കിട്ടും, പക്ഷേ വേറൊരു സാധനം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പാടാണ്. വെപ്പൺ കീ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പാടാണ്. എൻ്റെ പൊന്നെ, അതെനിക്ക് ഭയങ്കര ഇതായിരുന്നു വെപ്പൺ കീ. ആദ്യത്തെ വീഡിയോയിൽ എനിക്ക് വെപ്പൺ കീ ആയിരുന്നു കിട്ടാത്തത്. ബോട്ടിക്ക് ഒന്നുമില്ല. പിന്നെ രണ്ടാമത്തെ വീഡിയോ പിന്നെ സ്റ്റോറേജ് തീർന്നു പോയില്ലോ. പിന്നെ എൻ്റെ പൊന്നെ എനിക്ക് വയ്യ. ഞാൻ 2 മണിക്കൂറോടെ കിടക്കുമായിരുന്നു. എന്നിട്ടാണ് എടുത്തത്. ഫ്രഞ്ച് കിട്ടി. എന്തായാലും നമുക്ക് ഫ്രഞ്ച് എന്തായാലും തുറക്കണോ? അവിടെ പോയി എന്തായാലും ചെയ്തേക്കാം. ഇവിടെ എന്തായിരിക്കും? ഒന്നുമില്ല. ഒരു കളി വെപ്പൺ കീ കിട്ടാണ്ട് എൻ്റെ പൊന്നെ, അത് ഞാൻ വീട് ഫുള്ള് തപ്പി. ആ സമയത്ത് അതെ, ഗ്യാസ് ഓയിലിന് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഗ്യാസ് ഓയിലിന് ആവശ്യമുണ്ട്. പിന്നെ പിക്ചർ അവിടെ ഉണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ എന്താ? ഒന്നുമില്ല. ഓക്കെ, മിക്കവാറും അവൻ്റെ അടുത്ത് നിന്ന് നമുക്ക് മറ്റേ സാധനമായിരിക്കും കിട്ടണേ, മറ്റേ ഹെലികോപ്റ്റർ കീ. പോട്ടെ. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ അങ്ങ് മുകളിലേക്ക് അങ്ങ് പോകാം. ഇവിടെ ഗ്ലാസ് ഫ്യൂസ് ഇരിക്കുന്നുണ്ട്. ഗ്ലാസ് ഫ്യൂസ് എന്തായാലും നമുക്ക് ആവശ്യമുണ്ടല്ലോ. ഇവിടെ ഗ്ലാസ് ഫ്യൂസ് നമുക്ക് എടുത്തേക്കാം. നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. മുകളിലാണെങ്കിൽ നമ്മുടെ എല്ലാ പരിപാടിയും. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ഹാൻഡ് വീല്. ഒട്ടും ആവശ്യമില്ല സാധനം. ഇവിടെ നിന്നുണ്ടോ? ഇവിടെ നിന്നൊന്നുമില്ല. ഇവിടെ നിന്നും ഒന്നുമില്ലല്ലോടാ. ഇവിടെ നിന്നും ഒന്നുമില്ല. അതെ, ഡക്റ്റ് ടേപ്പ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഡക്റ്റ് ടേപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെയോ ഒന്നുമില്ല. എൻ്റെ പൊന്നി, ഇതെന്നാടാ ഇത്? ഇവിടെയോ? സെക്യൂരിറ്റിക്ക് കിട്ടി. അയ്യോ, ഹാങ് ആവില്ലേ? ഓക്കെ, നമുക്കിത് ഇവിടെ ഇട്ടേക്കാം. സ്റ്റൺ ഗൺ ഇപ്പോൾ കിട്ടിയിട്ട് ആവശ്യമുണ്ടോ? കൊച്ചുമോനിപ്പോൾ തീർക്കണോ? അത് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഈ സാധനം ഇവിടേക്കൊന്ന് ഇട്ടേക്കാം. ഇവിടെ നിന്ന് ചിലപ്പോൾ മറ്റേ വെപ്പൺ കീ കിട്ടുക. സേഫ് കീ കിട്ടിയേ. അയ്യോ, സേഫ് കീ. അപ്പോൾ ഇതിനകത്ത് വെപ്പൺ കീ കിട്ടില്ല കേട്ടോ ഗൈസ്. എനിക്ക് ഉറപ്പുള്ള കാര്യം അത്. ഡോർ ഹാൻഡിൽ നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്തായാലും സെക്യൂരിറ്റിക്ക് വെച്ച് മുകളിലേക്ക് ഒന്ന് പോയി തപ്പി നോക്കാം. അവിടെ മിക്കവാറും മറ്റേ സാധനമായിരിക്കും, മറ്റേ ക്രൗബാർ അല്ല, കട്ടിംഗ് പ്ലെയറാണ്. കട്ടിംഗ് പ്ലെയർ നമുക്ക് ആവശ്യമുണ്ട്. എന്താ, മുകളിലേക്ക് കൊണ്ട സമയത്ത് ആ നൊസ്ഫെറാറ്റോയുടെ അടുത്ത് ഇവിടെ ഒന്നുമില്ല. വെരി ഗുഡ്. എന്തായാലും നമുക്ക് ആ സ്റ്റൺ ഗണ്ണ് എടുത്തുകൊണ്ട് വരാം. അവൻ്റെ ആ നൊസ്ഫെറാറ്റോയുടെ അടുത്ത് അങ്ങ് പോയേക്കാം. ഓക്കെ, സ്റ്റൺ ഗണ്ണ് എടുത്തിട്ടുണ്ട്. ഞാൻ സേഫ് കീ ഇല്ലേ, ആ സേഫിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് മറ്റേ ഇത് കിട്ടിയാൽ മതിയായിരുന്നു, വെപ്പൺ കീ. കഴിഞ്ഞതിൻ്റെ ആദ്യം കളിച്ച കളിയിൽ വെപ്പൺ കീ എനിക്ക് കിട്ടിയില്ല. എൻ്റെ പൊന്നെ, അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഒന്നുമില്ല. പോട്ടെ. ഇവിടെ ആമോ ഇല്ല കേട്ടോ. ഹെലികോപ്റ്റർ മാനുവൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നേക്കാം. ഫസ്റ്റ് ഓക്കെ, തുറന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റൺ ഗണ്ണിൻ്റെ ആമ ഇവിടെ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്താൽ കിട്ടേക്കാം. നമുക്ക് ഇനി ആ മറ്റേ സാധനം എടുത്തിട്ട് വരാം. മറ്റേ കട്ടിംഗ് പ്ലെയർ എവിടെയായിരുന്നു ഇരിക്കണേ? കട്ടിംഗ് പ്ലെയർ അവിടെ അല്ലേ? ഇവിടെ നിന്ന് നമുക്ക് കട്ടിംഗ് പ്ലെയർ എടുത്ത് അല്ല, നമുക്ക് ക്രൗബാർ കിട്ടിയിട്ടില്ലല്ലോ. ക്രൗബാർ എവിടെ ആയിരിക്കണേ? ക്രൗബാർ ചിലപ്പോൾ കൊച്ചുമോൻ്റെ അടുത്തായിരിക്കും ചിലപ്പോൾ.
പറയാൻ പറ്റില്ല എവിടെയാണെന്നൊക്കെ. ഓക്കെ, നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഇവൻ്റെ അടുത്ത് പോകണം. നമുക്ക് ഇവിടെ നിന്ന് മറ്റേ സാധനം കിട്ടിയാലോ? ഇപ്പോൾ മറ്റേ വെപ്പൺക്ക് കിട്ടിയാണ് ഭാഗ്യം കേട്ടോ. ഓക്കെ, ഹെലികോപ്റ്റർ ആവശ്യമുണ്ട്. നമുക്ക് ഈ സാധനം ഇവിടെ ഇട്ടിട്ടേ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. കാരണം എന്താണെന്നറിയോ, അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, വെൻഡപ്പകി എന്ന് പറഞ്ഞ വിൻഡപ്പ്, മറ്റേ നമ്മുടെ ഗ്രാനി 4 വിൻഡപ്പ് വെച്ച് തുറക്കുന്ന സാധനം. വിൻഡപ്പ് വെച്ച് തുറന്നിട്ട് എന്നാ അവിടെ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യണേ, അതേപോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അവിടെ. അവിടെ നമ്മളൊക്കെ അവിടെ നിന്ന് ഗണ്ണ് തരും. അതേപോലത്തെ ഒരു സാധനം അവിടെ ഉണ്ട്. നമുക്ക് ആ സാധനം എന്തായാലും പോയി എടുത്തുകൊണ്ട് വരാം. അല്ല, ഈ പീസ് ഓഫീസർ അവിടെ പോയിട്ട് സ്റ്റൺ ഗൺ വെച്ച് വെടിവെക്കാൻ പറ്റുമോ നോക്കാം. സ്റ്റൺ ഗൺ വെച്ച് അവിടെ വെടിവെക്കാൻ പറ്റും, പിന്നെ വേറെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിനി എന്തായാലും താഴേക്ക് പോവാം. പോട്ടെ. ഇനി അടുത്ത കളി നമ്മൾ പ്രാക്ടീസ് മോഡിൽ ഇനി കളിക്കില്ല കേട്ടോ, കാരണം എല്ലാ എസ്കേപ്പും കഴിഞ്ഞല്ലോ. ഇനിയിപ്പം എന്താ ഉള്ളത്, എന്തായിരുന്നു, മറ്റേ പീസ് ഓഫീസറിന് ഇനി എവിടെ പോകണം? ഇവിടെ ഒന്നുമില്ലല്ലോ. ഞാൻ എവിടേക്ക് പീസ് ഓഫീസർ കണ്ടേ? അതൊക്കെ ഞാൻ മറന്നു കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ ഇനി ഇങ്ങോട്ട് പോവാം. സേഫ് പോയി തുറക്കാം. ഒരെണ്ണം ടോയ്ലറ്റിൽ കണ്ടായിരുന്നു. ഇവിടുന്ന് മറ്റേ തന്നെ പെട്ലോക്കി അല്ല, സ്പാർക്ക് പ്ലഗ്. എന്തിനായി ഇതിപ്പം തന്നേ? ഒരാവശ്യമില്ലാത്ത സാധനമൊക്കെ ഇപ്പം തന്നത്. എനിക്ക് ഇങ്ങനെ കിട്ടണ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സാധനം ഇവിടെ തുറന്നിട്ടേക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഇതന്നെ. ഇനി ഒരു പീസ് ഓഫീസറോട് ആവശ്യമുണ്ട്. ബോട്ട് സ്റ്റിയറിംഗ് അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇനി ഇവൻ്റെ അടുത്ത് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആ സാധനം അവിടെ കിടന്ന് ചാടി കളിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യമില്ല. അത് നമുക്കിനി മോളിൽ ഇപ്പോൾ സ്റ്റൺ ഗൺ എടുത്തുകൊണ്ട് വരണം. അവനെ പൊട്ടിച്ചിട്ട് വേണം നമുക്ക് മറ്റേ സാധനം എടുത്തുകൊണ്ട് വരാൻ. അല്ല, അവിടെ കൊണ്ടുപോയി വെക്കാൻ. ഇനി മോളിൽ പോയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൺ ഗൺ എടുത്തുകൊണ്ട് വരണം. ഇതും കുറേ പണിയുണ്ട് എൻ്റെ പൊന്നെ. ആ സമയത്ത് ഇവൻ്റെ ഓവറും ചാടേണ്ട സമയത്ത് ഇത് നമുക്ക് ഒരു പീസ് ഓഫീസറൂടെ വേണം. അത് എവിടെയാണാവോ? അവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടിയേ? ഹെലികോപ്റ്റർ കീ. ഇവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഓക്കെ, വേം പോട്ടെ, വണ്ടി പോട്ടെ. ഇനി നമുക്ക് ആ കൊച്ചുമോനെ കൊല്ലണം, ആ ചെറുക്കനെ. അവനെ കൊന്നിട്ട്, അല്ല, അവനെ കൊല്ലാൻ പറ്റില്ല അല്ലേ? വാടാ, പോടാ. അവിടെ കിടപ്പിച്ചു തരാം. എൻ്റെ ഷൺഗണിൻ്റെ ആമോ വന്നിട്ട് പോവും. ഷൺഗൺ നമ്മളെന്തായാലും അവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്രൗ ബാർ. നമുക്ക് പക്ഷെ വെപ്പൺ കീ ഇട്ടിട്ടില്ല, അത് വേറെ കാര്യം. നമുക്കതിൽ നേരെ താഴേക്ക് പോയിട്ടേ അവിടെ വെപ്പൺ കീ ഉണ്ടോയെന്ന് നോക്കാം. ഇവിടെ ഭാഗ്യം വെപ്പൺ കീ കിട്ടി. ഇനിയിപ്പോൾ നമുക്കൊന്നും വേറെ ഒന്നും വേണ്ട. ഇനിയിപ്പോൾ സ്റ്റൺ ഗണ്ണിൻ്റെ അത് വെച്ച് ചെയ്യേണ്ട കാര്യം നമുക്ക് ചെയ്യണ്ട. ഇനി ആ സ്റ്റൺ ഗണ്ണിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് നേരെ ഇനി മുകളിലേക്കല്ലല്ലോ, ഇവിടേക്ക് പോവാം. ഗ്യാസ് ഫ്യൂസ് എവിടെയായിരുന്നു ഇട്ടേ? ഓർമ്മയിട്ടുള്ള ഗണ്ണ് ആമോ സെറ്റ്. ഇനി നമുക്ക് ഗ്യാസ് ഓയിലും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോയിനി ഈ ഗണ്ണ് അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഡക്റ്റ് ടേപ്പൊക്കെ നമ്മൾ എവിടെയോ കണ്ടേ, അതൊന്നും ഓർമ്മ പോലും ഇല്ല എനിക്ക്. എൻ്റെ പൊന്നെ, ഡക്റ്റ് ടേപ്പൊക്കെ എവിടെ നോക്കിയോ കണ്ടു. എനിക്ക് അതായിരിക്കണം. ഭാഗ്യം ലേബ മറന്നു അതിനെ. ഡക്റ്റ് ടേപ്പ് വേഗം പോട്ടെ. ഓക്കെ, ഡക്റ്റ് ടേപ്പ് ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഇനി ഇനി ഗ്യാസ് ഓയിൽ. ഇനി നോക്കാം, അപ്പാപ്പൻ്റെ ഒരു പീസ് ഓഫീസറോടെ കണ്ടുപിടിക്കാണ്ട് കേട്ടോ. അത് തന്നെ എവിടെയാണ്? ഓക്കെ, ഗ്യാസ് ഓയിലിന് എടുത്തിട്ടുണ്ട്. അപ്പാപ്പൻ്റെ ഒരു പീസ് ഓഫീസർ ഇനി എവിടെയായിരിക്കും? അതില്ലേ നമുക്ക് അപ്പുറത്തോട്ട് പോകാനേ പറ്റില്ല.
ഓക്കെ. ഇതെന്നാ? ഓക്കെ, നമ്മൾ അതും അവിടെ കൊണ്ടിട്ടുണ്ട്. ഇനി ക്രൗ ബാർ എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് താഴേന്ന്. ശേടാ, ഇത് ഭയങ്കര പണിയാണല്ലോടാ. ക്രൗ ബാർ ഇനിയും പോയി എടുത്തുകൊണ്ട് വരണോ? ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടേ? ഇനി നമുക്ക് ക്രൗ ബാർ എടുത്ത മുകളിലൊന്ന് അടിച്ചു നോക്കാനുണ്ട്. ആ മുകളിൽ ചിലപ്പോൾ മറ്റേത് കിട്ടുവാണെങ്കിൽ ഭാഗ്യമുണ്ട് കേട്ടോ. മറ്റേ എന്നാ പീസ് ഓഫ് പിക്ചർ ആ സാധനം കിട്ടുവാണെങ്കിൽ ഭാഗ്യമുണ്ട്. ഇവിടെ ഡോർ ലോക്ക്, ഇത് ആവശ്യമില്ലല്ലോ. ഇനി മുകളിൽ വീണ്ടും പോയി അടിച്ചു നോക്കാം. പക്ഷെ അവിടെ നിന്ന് പെറ്റ് ലോക്ക് കിട്ടുവാണെങ്കിൽ അപ്പം ശരിക്കും മൂഞ്ചി നമ്മൾ. അവിടെ നിന്ന് പെറ്റ് ലോക്ക് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. സൂപ്പർ പെറ്റ് ലോക്ക്. നമുക്കിനി എന്താ കിട്ടാനുള്ള? പക്ഷേ അപ്പാപ്പൻ്റെ ഒരു പീസ് ഓഫീസറല്ലേ? ഇനി അത് എവിടെ കാണും? നമ്മുടെ മുകളിൽ നോക്കി, അവൻ്റെ അടുത്ത് നോക്കി. ഇനി എവിടെ ഉണ്ടാവും അത്? എടാ, ഇതാണ് എനിക്കിഷ്ടമല്ലാത്ത ഈ ഗെയിമിൽ. എനിക്കിഷ്ടമല്ലാത്ത ഇതാ. നമുക്കെന്തായാലും ഇനി അവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒന്ന് പോയി നോക്കാം. എവിടെയെങ്കിലും അപ്പാപ്പൻ്റെ പീസ് ഓഫ് പിക്ചർ എവിടെയില്ല. ഇവിടെയില്ല. സൂപ്പർ, വെരി ഗുഡ്, നൈസ്. അപ്പം ഇനി അപ്പാപ്പൻ്റെ ഒരു പീസ് ഓഫ് പിക്ചർ കിട്ടിയിട്ടില്ല നമുക്ക്. ഇനിയിപ്പോൾ അത് അവിടെ പോയി കിടക്കുക. നമുക്ക് ആ പെഡലോക്ക് എടുത്ത് വന്ന് ഇവിടെ തുറന്നു നോക്കിയാലോ? എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുമോ? അതും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് പോയി നിർത്തിട്ട് വരാം. ഈ ഹെലികോപ്റ്റർ എസ്കേപ്പ് ഭയങ്കര പാടാണ്. കാരണം കുറേ സാധനങ്ങളുണ്ട് ഇതിന്. അതൊക്കെ എടുക്കാൻ ഭയങ്കര പാടായത്. നമുക്കിനി എന്നാ ചെയ്യേണ്ടത്? മറ്റേ പെഡലോക്ക് എടുത്തുകൊണ്ട് തന്നെ. പെഡലോക്കി. നമുക്കിനി താഴേക്ക് പറക്കാം. ഡോർ ഹാൻഡിലൊന്നൊരു ഉപയോഗമില്ല, അതൊന്നും ഒട്ടും ആവശ്യമില്ല. ഇനി നമുക്ക് നേരെ പോകാൻ ഏറ്റവും താഴേക്ക് പോകാം. ഇതൊക്കെ എൻ്റെ ഇവനെന്നാ സ്ലോയല്ലേ? ഓക്കെ, നമുക്കിനി നേരെ താഴേക്ക് പോകാം. ഓക്കെ. ഇനി ഇവിടെ നിന്ന് നമുക്ക് തുറക്കണം. അയ്യോ, ഇവിടെ ഇല്ല. വെരി ഗുഡ്. അപ്പോൾ ഒരു പീസ് ഓഫ് പിക്ചർ കാണാണ്ട് പോയി. അതിനി എവിടെ പോയി തപ്പണം ഞാൻ? ഇതാണ് എനിക്ക് ഗെയിമിൽ ഇഷ്ടമല്ലാത്തത്. ഒരു സാധനം നമുക്ക് കിട്ടൂല എന്തായാലും. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. വെരി ഗുഡ്. ഇവിടെ ഇല്ല, അവിടെ ഇല്ല. ഇവിടെ ഉണ്ടോ? ഇവിടെ അപ്പാപ്പൻ്റെ പീസ് ഓഫ് പിക്ചർ ഉണ്ടാകുമോ? ഇല്ല. അല്ല, ഇനിയിപ്പോൾ നമുക്ക് 3 കിട്ടിയോ? 3 കിട്ടി കാണൂട്ടോ നമുക്ക് ചിലപ്പോൾ. ചിലപ്പോൾ 3 കിട്ടുമോ? അതും എനിക്കറിയില്ല കേട്ടോ. ഇവിടെ എല്ലാം കാണും. ഇതാണ് അപ്പാപ്പൻ്റെ. ഇപ്പം 3 കിട്ടിയാലും നമുക്കിപ്പോൾ എന്തായാലും ഷോർട്ട് ഗൺ വെച്ച് അടിക്കണ്ടേ? നമുക്ക് ഷോർട്ട് ഗണ്ണ് കൊണ്ടുപോയേക്കാം. ഓക്കെ, എനിക്ക് നേരെ പോകാൻ. പോട്ടെ. ഇല്ല, 3 കിട്ടിയിട്ടില്ല. എൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ? ഇല്ല. എനിക്ക് ഈ കളി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സാധനമൊന്നും കിട്ടൂല അതുകൊണ്ട്. ഇനി അപ്പാപ്പൻ്റെ പീസ് ഓഫ് പിക്ചർ നമുക്ക് എവിടെ നിന്ന് കിട്ടും? എടാ, ഇതാണ് എനിക്ക് ദേഷ്യം തന്നെ. ഒരു സാധനം കാണാണ്ടോ? എല്ലാ കളിയിലും ഒരു സാധനം കാണാണ്ടോ? എടാ, ഇത് എന്താടാ ഇതിങ്ങനെ? ഇനിയിപ്പോൾ നമുക്ക് എവിടെ തപ്പാനുള്ള? ഇനി ഇവൻ്റെ അടുത്ത്. ഇവിടെ ഒന്നുമില്ല.
നമുക്ക് ഇവിടേക്ക് എന്തും പോകാട്ടോ. ഇല്ല, സൂപ്പർ, വെരി ഗുഡ്, നൈസ്. നമുക്ക് അടുക്കളയിലൊന്ന് നോക്കിയാലോ? അല്ല അവിടെ ഒന്നുമില്ല. അവിടെയൊക്കെ നമ്മൾ നോക്കിയതാ. ഇനി നമ്മൾ എവിടെ നോക്കാനുള്ളേ? ചേടാ, ഒരു പീസ് ഓഫ് പിക്ചർ. ഇതെനിക്ക് ദേഷ്യം വേണ്ടല്ലോ നന്നായിട്ട്. എടാ, ഇതുമ്പോ 3ാമത്തെ കളിയാണ് കളിക്കണേ. അതിനകത്തെങ്കിലും ഒന്ന് ജയിക്കാന്ന് വെച്ചപ്പോൾ എല്ലാ സാധനവും കിട്ടി നമുക്ക്. ഇനി ഒന്നും വേണ്ട. ഇനി നമ്മൾ പക്ഷെ പീസ് ഓഫ് പിക്ചർ കിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ കാണും. ഫസ്റ്റ് ഇതേ ഇരിക്കണു. എൻ്റെ പൊന്ന് പള്ളി, എനിക്ക് നല്ല ദേഷ്യം വേണ്ടിട്ടോ. എൻ്റെ പൊന്ന്, അപ്പാപ്പൻ്റെ പീസ് ഓഫ് പിക്ചർ ഇതേ അപ്പാപ്പൻ്റെ റൂമിൽ. അല്ല, ഞാനിപ്പോൾ എന്തിനാ കുഞ്ഞേ? ഓക്കെ, നമുക്ക് എന്തായാലും ഇത് കൊണ്ടുപോയി വെക്കാം അവിടെ. ഓക്കെ, നമുക്കവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ഗണ്ണ് എവിടെ നിന്ന് ഒപ്പിക്കണം നമ്മൾ? ആ ഗണ്ണ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഇത് കളി മാറാൻ പോണത്. ഹെലികോപ്റ്റർക്ക് നമ്മൾ മുകളിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഗണ്ണ് എടുത്തുകൊണ്ട് പോയി അവിടെ വെടി വെച്ച് ആ ഒരു സാധനത്തിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെന്താണ്. അപ്പം നമ്മളിന്ന് ഹെലികോപ്റ്റർ എസ്കേപ്പ് തന്നെ ചെയ്യാം, പിന്നല്ല. ഓക്കെ, നമ്മളങ്ങനെ അപ്പാപ്പൻ്റെ പീസ് ഓഫ് പിക്ചറൊക്കെ വെച്ചിട്ട്, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇപ്പോൾ ഇവിടെ സാധനം പൊങ്ങി വരും, നമ്മൾ കൊന്നു. ഇനി വീണ്ടും ഇവിടെ. ഇപ്പം അതിൻ്റെ ഉണ്ട കയറുന്നില്ല, കണ്ടോ? ഇഷ്ടം പോലെ വരും. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഈ ഗണ്ണ് ആവശ്യമില്ല. ഇനി നമുക്ക് മറ്റേ ഗ്ലാസ് ഫ്യൂസ്, അത് തന്നെ, ഗ്ലാസ് ഫ്യൂസ് വേണം. ഗ്ലാസ് ഫ്യൂസും കൂടെ എടുത്താൽ സെറ്റായി. ഗ്ലാസ് ഫ്യൂസ് എടുത്തിട്ട് നമുക്ക് ഡക്ട് ടേപ്പ് എടുക്കാം. ഗ്ലാസ് ഫ്യൂസ് എന്ത് ചെയ്യും? ഗ്ലാസ് ഫ്യൂസ് എടുത്ത് നമുക്ക് ഡക്ട് ടേപ്പ് എടുത്ത് ഒട്ടിച്ചിട്ട് ഓയിലെടുക്കാം. ഓയില് നമുക്കിത് കൊണ്ടേ വെക്കാം. ഇത് വഴി തന്നെ. ഓക്കെ, വേഗം പോവാം. നമുക്ക് നേരെ പോവാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ ഗ്ലാസ് ഫ്യൂസ് എന്തിനാ? നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോയാണ്ടല്ലോ, നമ്മൾ അടുക്കളയ്ക്കില്ലേ അവിടേക്ക് വീഴും. പക്ഷെ ഇപ്പം ഈ ഗ്ലാസ് ഫ്യൂസ് വെച്ചോണ്ട് ഇപ്പം അത് ഉറപ്പായി ഉണ്ടോ. ഇപ്പം നമ്മൾ ഇത് കൂടെ പോയാലും നമുക്കൊന്നും പറ്റില്ല. ഓക്കെ, നമുക്കിനി മറ്റേ ഡക്ട് ടേപ്പ് എടുത്തുകൊണ്ട് വരാം. ഹെലികോപ്റ്റർക്ക് മറ്റേ നോസ്ഫെറാറ്റുൻ്റെ അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്കിനി വേഗം ഇനി ഡക്ട് ടേപ്പ്, ഗ്യാസ് ഓയിലിൻ. ഓക്കെ, സെറ്റ്. ഡക്ട് ടേപ്പ് നമുക്ക് താഴേക്ക് വരണ്ടല്ലോ. ഇനിയിപ്പോൾ വീണ്ടും ആ പോയിട്ട് അങ്ങ് എടുക്കാം. ഓക്കെ, നമുക്കിനി ആ ഗ്യാസ് ഓയിലും കൂടെ എടുത്തിട്ട് അങ്ങ് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പറന്ന് പോകാം. ഓക്കെ, ഗ്യാസ് ഓയിലും ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഡക്ട് ടേപ്പ് എടുക്കുന്നു, പോയി ഒട്ടിക്കാം അവിടെ. ഹെലികോപ്റ്റർ നിങ്ങൾ കണ്ടില്ലല്ലോ, കാണിച്ചു തരാം. ഹെലികോപ്റ്റർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഒരു അടിപൊളി ഹെലികോപ്റ്ററാണ്. ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. കണ്ടോ, ഇതിൻ്റെ ഈ സാധനമാണ്. ഇവിടെയാണ് ഡക്ട് ടേപ്പ് ഒട്ടിക്കേണ്ടത്. കണ്ടോ, അത് നേരെയായി. ഇത് നമ്മൾ ഗ്യാസ് ഓയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഫില്ല് ചെയ്യണം. നമുക്ക് വരുമ്പോൾ ഗ്യാസ് ഓയിൽ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മളിത് അടിപൊളി, എൻ്റെ ഒരു ബെസ്റ്റ് ഇതാണ്. ഞാൻ ഒരു പ്രാവശ്യം കളിച്ചിരുന്നു ഇത്, പക്ഷേ ആ സമയത്ത് എസ്കേപ്പ് ആകാനൊന്നും പറ്റില്ല. പിന്നെ 2 പ്രാവശ്യം കളിച്ചു, അതും എസ്കേപ്പ് ആകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ എസ്കേപ്പ് ആവുകയാണ്. ഓക്കെ, സെറ്റ്. നമുക്ക് ഇവിടെയാണ് പെട്രോൾ അടയ്ക്കേണ്ടത്. ഓക്കെ, വേഗം അറിയേ. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഹെലികോപ്റ്റർക്ക് എടുത്തിട്ട് വരെ എസ്കേപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഗ്യാസ് ഓയിലിന് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ ഹെലികോപ്റ്റർക്ക് എടുത്തിട്ട് വരാം, എസ്കേപ്പ് ആവാം. എൻ്റെ മോനെ, ഞാൻ ആദ്യമായിട്ട് ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യാൻ പോണേ. നമ്മൾ ആദ്യമായിട്ട് ചെയ്ത സമയത്ത് ഈ ചാപ്റ്റർ 2 ആദ്യത്തെ വീഡിയോ ബോട്ട് എസ്കേപ്പ് അല്ലായിരുന്നോ?
അതെ, ആ സമയത്ത് ഞാൻ ആദ്യമായിട്ടായിരുന്നു എസ്കേപ്പ് ആവണേ. അന്നൊന്നും ഞാൻ എസ്കേപ്പ് ആയില്ല. ആദ്യത്തെ വീഡിയോ തന്നെ എസ്കേപ്പ് ആകാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിച്ചില്ലായിരുന്നു ഞാൻ. അപ്പോൾ ഇത് ഞാൻ എസ്കേപ്പ് ആകാൻ പോവാ. യെസ്, ഓക്കെ, യെസ്, എസ്കേപ്പ് ആയി ഗൈസ്. അപ്പം നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് കഴിഞ്ഞു. യെസ്, ഓക്കെ, നമ്മുടെ ഹെലികോപ്റ്റർ ഫാനൊക്കെ കറങ്ങുന്നുണ്ട്, ഹെലികോപ്റ്റർ ഒന്ന് പിടയ്ക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പൊങ്ങി. ഓക്കെ, നമ്മൾ പറന്ന്. ഓക്കെ, യെസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഗ്രാനി ചാപ്റ്റർ 2 ഹെലികോപ്റ്റർ എസ്കേപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദി എൻഡ്. ഓക്കെ, ഈ ദി എൻഡ് ഇത് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ലാന്നേ, അതാണ്. അപ്പോൾ നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2 ഹെലികോപ്റ്റർ എസ്കേപ്പും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോ വരുന്നത് ഗ്രാനി ചാപ്റ്റർ 2, മറ്റേ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്രാനി ചാപ്റ്റർ 2 അടുത്ത വീഡിയോ ഗ്രാനീനെ ഗ്രാൻഡ്പനെ വെച്ചായിരിക്കും കളിക്കുന്നത്. അത് ഈസി മോഡിൽ. ഏത് എസ്കേപ്പാണ് നിങ്ങൾ പറഞ്ഞോ, അത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഏത് എസ്കേപ്പാണ് അപ്പം എന്താണോ ആദ്യം കിട്ടണേ, ആദ്യമല്ല ഏറ്റവും കൂടുതൽ കിട്ടണേ, ആ എസ്കേപ്പ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.